ഓരോരോ ഫങ്ഷനും ഓരോരോ ഡ്രസ്സ്, അല്ലെ ഓരോരോ ഗുരുവായൂർ പോക്കിനും ഓരോരോ ഡ്രസ്സ്. ഇതാണ് എൻ്റെ കണക്ക്. നമുക്കൊരു ഇൻ്റർവ്യൂവോ ഒരു പ്രോഗ്രാമോ ഒന്നും വേണ്ട. ഗുരുവായൂർക്ക് പോകാനുണ്ടായാൽ പോലും ഞാൻ പുതിയ ഡ്രസ്സ് എടുക്കാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ പാടക്കൊക്കെ ഡ്രസ്സ് ഇടാനൊക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം കല്യാണം കഴിഞ്ഞ പാടക്ക് എന്താ ഇത്രമാത്രം ഡ്രസ്സ് ഇടാൻ ബുദ്ധിമുട്ടായത് എന്ന് ചോദിച്ചാൽ, ഹസ്ബൻഡ് നാടൻ പണിക്കാരനായിരുന്നു അന്ന്. നമുക്ക് പറയുന്നതിന് വലിയ വിരോധമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഫാമിലിയിൽ വലിയ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് മേടിക്കാൻ നിർവാഹമില്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഒരു കുഴപ്പമില്ല. സത്യാവസ്ഥയെ തുറന്നു കാണിക്കുന്നതിൽ നമ്മൾ നാണക്കേട് വിചാരിക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. അപ്പം എന്നോടെല്ലാവരും ചോദിക്കാറുണ്ട്, ഈ മേടിച്ചു കൂട്ടുന്ന ഡ്രസ്സെല്ലാം കൂടി നിങ്ങൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ജെന്യൂനാണ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. എനിക്ക് ജെന്യൂനാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ, ഞാൻ ചിലപ്പം കുറച്ച് നല്ല എമൗണ്ടിൻ്റെ ഡ്രസ്സൊക്കെ മേടിക്കും. നല്ല എമൗണ്ട് എന്ന് ഉദ്ദേശിച്ച് 5000, 6000, 8000, 9000 അങ്ങനെയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരിക്കൽ ഒരു 9000ൻ്റെ ഒരു ഡ്രസ്സ് മേടിച്ചിട്ട് അത് ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പ്ലാൻ ചെയ്ത് ഞാൻ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിട്ട് ഇതുവരെ ഞാനത് മേടിച്ചിട്ടില്ല. അത് മേടിച്ചിട്ട് വേണം ആർക്കെങ്കിലും പാവപ്പെട്ട കുട്ടികളുടെ ഏതെങ്കിലും കല്യാണത്തിനോ വെഡിങ്ങിൻ്റെ നമ്മുടെ എൻഗേജ്മെൻറ്റിനോ അങ്ങനെ എന്തിനെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം അത് ഡ്രൈ ക്ലീനിങ് ചെയ്തെടുത്ത് എനിക്ക് ഇതുവരെ മേടിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അത് മേടിച്ചിട്ട് ആർക്കാന്ന് വെച്ചാൽ, ഞാൻ എന്താ വെച്ചാൽ നമുക്ക് ഡ്രൈ ക്ലീനിങ് ഒന്നും ചെയ്യാതെ അത് കൊടുത്തയക്കാൻ എനിക്ക് മനസ്സ് വരില്ല. നമ്മൾ ഞാൻ ഒരിക്കലേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ഡ്രസ്സ്. അതുതന്നെ 2 മണിക്കൂർ 3 മണിക്കൂർ ചിലപ്പോൾ 4 മണിക്കൂർ ചിലപ്പോൾ 1 ഡേ യൂസ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു 1 ഡേ മാത്രമേ ഞാനത് യൂസ് ചെയ്യാറുള്ളൂ. പിന്നീട് അത് യൂസ് ചെയ്യാതെ അവിടെ വെക്കുക ചെയ്യാം. അപ്പം ഈ ഒരു ലെഹങ്കയും അങ്ങനെ ഒരു ദിവസം ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം ഫുള്ള് എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വരെ ഞാൻ ഇട്ടിട്ടുണ്ടത്. അപ്പോൾ ആ ഒരു ലെഹങ്ക ഡ്രൈ ക്ലീനിങ് കൊടുത്ത് അതിനും പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട് കേട്ടോ, കൊറിയർ ചാർജ് ഞാൻ മേടിക്കുന്നു. കാരണം സ്കേർട്ട് മാത്രം 13 കിലോ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം ഹെവി വർക്കായിരിക്കുമെന്ന്. അപ്പം അത് ആർക്കെങ്കിലും കൊടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ 1-2 സാധനം എന്നല്ല 2 സാധനം ഇന്ന് ഒരാൾക്ക് കൊടുത്തയക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യല എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ദിവസമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ആ ഫംഗ്ഷന് പോയിട്ട് വരുവോളും മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഒരു ദിവസമാണെങ്കിലും പിന്നീട് അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് ഇതാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ കൊടുത്തയക്കുന്നത് എൻ്റെ മകളുടെ ഒരു ഡ്രസ്സാണ്. മകളുടെ ഡ്രസ്സ് എന്ന് വെച്ചാൽ അവൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അവൾ ഇതുവരെ ഉപയോഗിക്കാത്തൊരു ഡ്രസ്സാണ്. ഇതുവരെ ഉപയോഗിക്കാത്തതെന്ന് വെച്ചാൽ, അവളുടെ പിറന്നാളിലേക്ക് ഒരുപാട് ആൾക്കാർ സമ്മാനം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 12 വയസ്സായിരുന്നു. 12 സമ്മാനം, 12ൻ്റെ പുറത്ത് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെളിച്ചക്കുറവുണ്ട്. അപ്പം 12ന് പുറത്ത് അവൾക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഗിഫ്റ്റ് അവൾക്ക് സത്യം പറയാച്ചാൽ ഇഷ്ടമായില്ല. ഞാൻ അവൾക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് ഞാനത് മേടിച്ചതായിരുന്നു. പക്ഷേ അവൾക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഫുൾ വർക്കായതുകൊണ്ട് അവൾക്ക് ഇഷ്ടമായില്ല. ഇത് മോള് യൂസ് ചെയ്യുക പോലും ചെയ്യാത്ത സാധനമാണ്. ഇതാണ് സംഭവം. ഫുള്ളായിട്ട് വർക്കും സ്റ്റോണുമാണ്. ഫുള്ളായിട്ട് വർക്കാണ്.
അപ്പോൾ ഇത് അവൾ യൂസ് ചെയ്യാത്തതാണ്. അവൾക്ക് അവളുടെ പിറന്നാളിനേക്ക് ഒരാൾ മേടിച്ചു കൊടുത്തതാണ്. മേടിച്ചു കൊടുത്തത് ഞാൻ തന്നെയാണ് കേട്ടോ. അവർ പൈസ അയച്ചു തന്നതാണ്. എന്നിട്ട് ഞാൻ മേടിച്ചു കൊടുത്ത സംഭവമാണ്. പക്ഷെ അവൾക്കത് ഇഷ്ടമാവാത്തതുകൊണ്ട് മൂലയിലിട്ട് കിടക്കുകയാണ്. ഇതുവരെ അവൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഒരാളുടെ പിറന്നാളാണെന്ന് കേട്ടു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മോൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് മേടിച്ചതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഇത് ഇവിടെ ബാക്കി കിടക്കുന്നുണ്ട്, മോളിടുന്നില്ല, അത് ഞാൻ കൊടുത്തയച്ച ആൾ സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പം ഓക്കെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഷേപ്പ് അങ്ങനെ ചെയ്യേണ്ടി വരും, ലെങ്ത്തും കട്ട് ചെയ്യേണ്ടി വരും, എനിക്കറിയില്ല കേട്ടോ. അപ്പം ആളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നും കേട്ട്, വെഡ്ഡിങ് ആനിവേഴ്സറിയും മോളുടെ പിറന്നാളും ഒരു ദിവസമാണെന്ന് കേട്ട്. അപ്പം ഞാൻ എന്താക്കി, അവൾക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തേക്കാം എന്ന് കരുതി. അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചപ്പം എൻ്റെ കയ്യിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ലാസ്റ്റ് മേടിച്ച കുറച്ച് ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പ്രൈസിൻ്റെ ഒരു സാധനം ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് സംഭവം. ലെഹങ്കയാണ്. ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു. ഇതും താഴെ ഫുള്ള് വർക്കും സ്റ്റോണും ഇല്ല കേട്ടോ, ത്രെഡ് വർക്കും മറ്റേ സ്വീക്വൻസുമാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് സ്കേർട്ട് വരുന്നത്. അതിന് എൻ്റെ പാകത്തിന് അടുപ്പിച്ച ബ്ലൗസാണ്. അപ്പോൾ അവൾക്ക് റെഡി ആവുമെന്ന് വിചാരിക്കുന്നില്ല. വെച്ചാൽ അവൾ ബ്ലൗസ് ഡിസൈൻ ചെയ്തോട്ടെ. അപ്പം അതിൻ്റെ ബ്ലൗസാണ്. അതിൻ്റെ ഷാള് അടിപൊളി ഷാളാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഷാള്. അപ്പം ഇത് ഞാൻ അവളറിയാതെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തയക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ജെന്യൂനാണ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അല്ലാതെ എനിക്ക് ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കാറില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് ഞാൻ മേടിച്ച ഇത് ലെഹങ്കയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഗിവ് അവേ ഇട്ട സമയത്ത്, ഗിവ് അവേ കൊടുക്കുക എന്ന് പറഞ്ഞ സമയത്ത് കുറേ ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ റെൻറ്റിന് കൊടുക്കുന്ന ആൾക്കാർ, എനിക്ക് അതാ സഹിച്ചുകൂടാത്തത്. ഇത് മുമ്പേ എനിക്ക് അനുഭവം ഉള്ള ഒരു സംഭവം. അപ്പോൾ റെൻറ്റിന് കൊടുക്കുന്ന ആൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുമോ, റെൻറ്റിന് കൊടുക്കുമോ, അതിൻ്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് എനിക്ക് ജെന്യൂനായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് മിണ്ടാതിരിയടേ. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് കേട്ടോ, എനിക്ക് ജെന്യൂനായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഇത് ഞാൻ കൊടുത്തയക്കുകയാണ്. ഇതും ഉടുപ്പുമാണ് കൊടുത്തയക്കുന്നത്. ഈ രണ്ട് സാധനങ്ങളാണ് ഇന്ന് ഞാൻ കൊടുത്തയക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് കൊറിയർ ചാർജ് ഒന്നും വേണ്ട കേട്ടോ, എനിക്ക് ബസ്സിന് കൊടുത്തയച്ചാൽ മതി. അപ്പോൾ കൊറിയർ ചാർജും കാര്യങ്ങളൊന്നും എനിക്ക് ആവശ്യമുള്ളതല്ല. ഇത് കുറച്ച് ഹെവിയാണ്. അപ്പം നമുക്ക് കവറിലൊക്കെ കൊടുത്തയക്കുന്നത് മോശമല്ലേ. അപ്പോൾ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. ആ ബാഗിനകത്ത് ഇട്ടിട്ട് വേണം കൊടുത്തയക്കാൻ. ഒരു ഡ്രസ്സ് ഇതാ ബാഗിലിട്ടപ്പോൾക്ക് ഫില്ലായി, നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടപ്പോഴേക്കും ഇത് ഫുള്ളായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്രത്തോളം ഹെവി ആയിരിക്കും അതിൻ്റെ താഴെയുള്ള വർക്ക് എന്നുള്ളത്. പിന്നെ മുടെ ഈ ഡ്രസ്സ് ആണ് അടുത്തത് പേക്ക് ചെയ്യാനുള്ളത്. എൻ്റെ മകളോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഇത് ഞാൻ കൊടുക്കുക എന്നുള്ളത്. അവൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നവംബർ 28-നായിരുന്നു അവളുടെ പിറന്നാൾ വരുന്നത്. നവംബറും കഴിഞ്ഞ് ഡിസംബറും കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയും കഴിഞ്ഞ്. പക്ഷേ ഓൾ പുറത്ത് ഇഷ്ടം പോലെ പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോഴൊന്നും അവൾ ഇടാൻ കൂട്ടാക്കിയിട്ടില്ല, ഇട്ടിട്ടുമില്ല കേട്ടോ. അന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക, ഇട്ട് നോക്കുക അങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ സംഭവം. പിന്നിട്ട് ചെയ്തിട്ടുമില്ല.
കവർ കീറിക്കും. അപ്പോൾ ഇതാണ് മകളുടേത്. അപ്പോൾ രണ്ടും രണ്ട് കവറിലാക്കിയിട്ട് ഒരു ബാഗിലാക്കിയിട്ട് കൊടുത്തയക്കുക കേട്ടോ. രണ്ട് ഡ്രസ്സേ ഉള്ളൂ. ഇത് കണ്ടോ, ഈ ബാഗ് തന്നെ ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന് താങ്ക്സ് പറയാണ്. ഞാൻ എപ്പോഴോ സ്വർണം മേടിച്ച സമയത്ത് എനിക്ക് അവർ ഗിഫ്റ്റ് ഗിഫ്റ്റ് അവിടെ വേറെ ഗിഫ്റ്റും വേറെയും ഗിഫ്റ്റ് ഉണ്ടല്ലോ ദിയയിൽ, പക്ഷേ ഒരു ട്രാവലിംഗ് ബാഗും എനിക്ക് തന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു ബാഗ് തന്ന ദിയനോട് കൂടി താങ്ക്സ് പറയണേ. അപ്പോൾ ഇതാണ് ഇതൊക്കെ പറഞ്ഞു, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു 2 ഡ്രസ്സ് ഇട്ടപ്പോൾക്ക് ബാഗ് ഫുള്ളായി. ഇത് ഏതെങ്കിലും ബസ്സിൽ കൊടുത്തയക്കുകയാണ്. എങ്ങോട്ടാണ് കൊടുത്തയക്കുന്നത്, ആർക്കാണ് കൊടുത്തയക്കുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുത് എന്ന് പറയാറുണ്ട്. പിന്നെ ഇനി എന്തിനാണ് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഡ്രസ്സൊക്കെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചോട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഒരു മറുപടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടും, അതേപോലെ എൻ്റെ ഡ്രസ്സൊക്കെ പിന്നീട് എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ എൻ്റെ എനിമികൾ അറിയാൻ വേണ്ടിയിട്ടും, കാരണം ഞാൻ റെൻറ്റിനെടുത്തിട്ട് ഡ്രസ്സ് ഇടുക എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരും കൂടി അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തത് ഞാൻ വരുന്നതാണ്, ഞാൻ പറഞ്ഞല്ലോ ആ ലെഹങ്കയും കൊണ്ടിട്ട്, അത് ജെന്യൂനായിട്ടുള്ള ആരെങ്കിലും എന്ന് വെച്ചാൽ പാവപ്പെട്ട ആർക്കെങ്കിലും മെനിയാന്ന് എന്നോടൊരു ഫോട്ടോ ചോദിച്ച പാവപ്പെട്ട പണക്കാരൻ ഉണ്ട് കേട്ടോ. അതേപോലെ ആരുമല്ല, പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളെ കല്യാണത്തിനേക്കോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിനേക്കോ ഡ്രസ്സ് എടുക്കാൻ ഒരു വകുപ്പും ഇല്ലാത്ത ആളാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യൂ. ഞാൻ ആ ഒരു ലെഹങ്ക നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് പറയാണ് ഒരു കാര്യം, കൊറിയർ ചാർജ് നിങ്ങൾ വഹിക്കേണ്ടി വരും. കാരണം സ്കേർട്ട് മാത്രം 13 കിലോ ഉണ്ട്. സ്കേർട്ട് മാത്രം 13 കിലോൻ്റെ സ്കേർട്ടാണ് എടുത്ത് കൊണ്ടുകൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വേഗം പോട്ട് കൊറിയർ ചെയ്യാൻ പോട്ടെ. ഓക്കെ, ടാറ്റാ, ബൈ.